ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നീയുടെ മേത്തിക്ക് ഷങ്സു അവൻ്റെ കയ്യിലുള്ള വൈൻ ഒഴിക്കുന്നത് വരെയാണ്. അവൻ അങ്ങനെ വൈൻ ഒഴിക്കുന്ന സമയത്ത് തന്നെ ലിങ് അത് വേഗം തുടച്ചു കൊടുക്കും. അത് കാണുമ്പോൾ ഷങ്സുവിന് ദേഷ്യം വരും. അവൻ അവിടെയുള്ള എല്ലാ വൈനും എടുത്ത് കുടിക്കുന്നുണ്ടാവും. എല്ലാവരും അപ്പോൾ അവനെ തന്നെ നോക്കുന്നുണ്ടാവും. ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവനവിടെ കൂടുതൽ കുടിക്കാൻ തുടങ്ങിയിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറയും, ഞാൻ എന്നാൽ വാഷ്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ലിങ്ങും പോയിക്കോന്ന് പറയും. എന്നിട്ട് അവൾ നേരെ വാഷ്റൂമിലേക്ക് പോവും. നേരെ വാഷ്റൂമിൽ പോയി അവളുടെ കൈയൊക്കെ കഴുകി തിരിച്ചു വരും. എന്താപ്പം ഉണ്ടായെന്ന് വിചാരിച്ച് വരുമായിരിക്കും. അപ്പോൾ അതാ മുന്നിൽ ഷങ്സു നിൽക്കുന്നുണ്ടാവും. അവൻ അവളെ കാണുമ്പോൾ അവളുടെ അടുത്ത് പറയും, നിനക്കിപ്പോൾ ബോയ് ഫ്രണ്ടൊക്കെ ആയി, നീ പഴയതൊക്കെ മറന്നു എന്ന്. അപ്പോൾ നീയാണെങ്കിൽ ഞാൻ എന്ത് മറന്നു എന്ന്, റങ് ഇന്നലെ തന്നെ നമ്മൾ ഒരുമിച്ച് കണ്ടപ്പോൾ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ എന്ന് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കും. റങ്ങിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അവളെല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ചിട്ട് അവസാനം പറയും, എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഒരു ഇഷ്ടമില്ല എന്ന്. അപ്പോൾ അവൻ പറയാ, നീ എല്ലാം മറന്നു, നീ അന്ന് എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, എൻ്റെ ഇഷ്ടം വരുന്നവരെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്, നീ ആ പ്രോമിസ് ചെയ്തതൊക്കെ നീ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. അവളപ്പോൾ ഞാനൊരു മനുഷ്യനാണ്, എനിക്കും ഫീലിങ്സ് ഉണ്ട്, എനിക്ക് പഴയ കാര്യങ്ങൾ ആലോചിച്ച് കുറേ കാലം ജീവിക്കാനൊന്നും പറ്റില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ നീ എല്ലാം മറന്നു, അത് തന്നെ ഞാൻ പറയണമെന്ന് പറയും. എന്നിട്ട് അവിടെ നിന്ന് പോവും. അവൻ്റെ പെരുമാറ്റത്തിലുണ്ടാവുക അവൾ അവൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞ പോലെ ആയിരിക്കും. പക്ഷേ അവനല്ലേ ഇത്രയും കാലം നീയെ മൈൻഡ് ചെയ്യാതെ എല്ലാവരും മുന്നിൽ റങ്ങിൻ്റെ കാര്യം പറഞ്ഞ് നാണം കെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവളപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഒരുപാട് നേരം ഇരുന്ന് കരയും. അപ്പോൾ അവളെ ഒരാൾ വന്ന് എണീപ്പിച്ചിട്ടുണ്ടാവും. അത് ലിന്നായിരിക്കും. ലിൻ എന്നിട്ട് അവളുടെ അടുത്ത് വിഷമിക്കേണ്ടെന്ന് പറയും. എന്നിട്ട് അവൻ പറയും, ഞാൻ ഷങ്സു ഇവിടേക്ക് വരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും പിന്നാലെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നിനക്കിപ്പോൾ ഏജൊക്കെ ആയല്ലോ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടാനായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരാതിരുന്നതെന്ന്. എന്നിട്ട് അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുക്കാൻ പോവും. പക്ഷേ അവനത് ചെയ്യില്ല. അവൻ അവളുടെ ദേഹത്ത് തൊടണ്ടാന്ന് വിചാരിച്ച് കൈ മാറ്റും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും, ഇപ്പോൾ ഇത് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇപ്പോൾ നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലൈക്ക് യു എന്ന്. ഏതാ സിറ്റുവേഷൻ എന്ന് പോലും നോക്കാതെ ഐ ലൈക്ക് യു പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഹീറോ ലിൻ. അവൾക്കിതൊന്നും കേട്ടൊന്നും മനസ്സിലാവുണ്ടാവില്ല, എന്താ ഇപ്പോൾ ഇവിടെ നടക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അവൾ. അപ്പോൾ അവൻ ഒരു ഡ്രസ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഈ ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടും. അവളാണെങ്കിൽ പോകുമ്പോൾ ഇപ്പം എന്താ നടന്ന്, ഇപ്പം എന്താ ഇയാൾ പറഞ്ഞെന്നുള്ള ഒരു അന്തമിടലായിരിക്കും. അവൾ എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവൻ അവളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ പോകും ഡ്രസ്സ് മാറിക്കഴിഞ്ഞ്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അവർ പോവും, നല്ല മഞ്ഞ് വീഴ്ചയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പോണ സമയത്ത് ഷങ്സു അവരുടെ ഓപ്പോസിറ്റ് വരെ ഉണ്ടാവും. പക്ഷേ അവനെ കാണാത്ത പോലെ തിരിഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മുടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കായിരിക്കും. ലിന്നും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ലിന്നിൻ്റെ അടുത്തൊന്നും സംസാരിക്കണ്ടാവില്ല. അപ്പോൾ ലിൻ തിരിഞ്ഞ് നിന്നിട്ട് ഒരാളടുത്ത് ഒരു ഇഷ്ടം പറഞ്ഞ പിന്നെ അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കണമില്ല എന്ന് പറയും. അപ്പോൾ അവൾ വേഗം അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം റിജക്റ്റ് ചെയ്യാൻ വരുന്ന പോലെയാണ് സംസാരിക്കുക. അത് കേൾക്കുമ്പോൾ ലിൻ, നീ ഇപ്പോൾ തന്നെ എന്നെ റിജക്റ്റ് ചെയ്യണോ? ഞാനൊന്നും പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇത്ര വേഗം നീ എന്നെ റിജക്റ്റ് ചെയ്യാൻ വരുന്ന പ്രതീക്ഷയില്ല എന്ന് പറയും. എനിക്ക് ഇതുവരെ അങ്ങനെ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല, ആദ്യമായിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്തത്, അത് എങ്ങനത്തെ സിറ്റുവേഷനാണെന്ന് നോക്കിയില്ല, അങ്ങനെ പ്രപ്പോസ് ചെയ്തു അത്ര തന്നെ ഉള്ളൂ എന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയും. എനിക്ക് ട്രൈ ചെയ്യാൻ കുറച്ചും കൂടി സമയം താഴെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയും. അവൾക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടാവില്ല, അവൾ അവോയ്ഡ് ചെയ്യണ പോലെ പെരുമാറുണ്ടാവും. നീ ഇപ്പം തന്നെ എന്നെ അവോയ്ഡ് ചെയ്യരുതെന്നൊക്കെ ലിൻ അവളുടെ അടുത്ത് പറയും. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം, ഞാനിപ്പോൾ വരുന്നില്ല എന്ന് ലിന്നിൻ്റെ അടുത്ത് പറയാം. അപ്പം നീ പറയും, അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് ഷങ്സുവിനെയും റങ്ങിനെയാണ്. അവർ രണ്ടുപേരും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഷങ്സു ഡള്ളായിരിക്കുമ്പോൾ റങ് ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. റങ് ചോദിക്കുക, എന്താ നീ വല്ലതും പറഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഷങ്സു അതൊന്നും അല്ല എന്നൊക്കെ അവളടുത്ത് പറയും. എന്നിട്ട് അവൾ പറയും, നിൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് വല്ല ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോന്ന്, ഇനി നമ്മളാണ് ഒന്നിച്ചുണ്ടാവുമെന്നൊക്കെ. അപ്പോൾ അവനാണെങ്കിൽ അവളടുത്ത് ചോദിക്കും, നീ എന്ത് സ്വപ്നം കാണുന്നുണ്ടോ? നമ്മൾ രണ്ടുപേരും ചെറുപ്പത്തിൽ കൂട്ടുകാരായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഒരുമിച്ച് ലവ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന്. റങ്ങിനപ്പോൾ അതൊരു വിഷമാവും. റങ് അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ അടുത്ത് എന്താ നീ പറഞ്ഞത് കാരണം കൊണ്ടല്ല നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണമെന്ന്. അപ്പോൾ അവൻ അത് കാരണം കൊണ്ടൊന്നല്ല, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് നീ വന്ന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ ഇഷ്ടമല്ല എന്ന് പറഞ്ഞെന്ന് പറയും. റങ്ങാണെങ്കിൽ അതൊരു പ്ലാൻ ചെയ്തതായിരിക്കും. നീ നല്ല പൈസക്കാരിയല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടി അവൻ റിജക്റ്റ് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൾ ഈ പ്ലാനൊക്കെ ചെയ്തത്. അതിപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് റങ്ങും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഷങ്സു ഇതൊക്കെ കേട്ടിട്ട് പറയും, നിനക്ക് എൻ്റെ അടുത്ത് ഒരു ഇഷ്ടമില്ല, നീ വെറുതെ അഭിനയിക്കുകയാണെന്ന്. അന്ന് റങ് തന്നെ ആയിരിക്കും ഷങ്സുവിനെ ആ ഇൻ്റർവ്യൂ കോളിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയത്.
അവളുടെ ഒപ്പം നിൽക്കണമെന്നും പറഞ്ഞിട്ട്. പിന്നെ അവൻ്റെ അനിയൻ്റെ അടുത്ത് കോളേജ് മൊത്തം നീ ഷങ്സുവിന് പൈസ കൊടുത്ത കാര്യം പറഞ്ഞു നടക്കണമെന്നും പറഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറയിപ്പിച്ചതും റങ് തന്നെയായിരിക്കും. ഷങ്സു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനിപ്പോൾ ഇതെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. നീ ആണെങ്കിൽ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവൾ എന്നിട്ട് ഉറങ്ങുമായിരിക്കും. അവൾ ഉറങ്ങുമ്പോൾ അവളൊരു സ്വപ്നം കാണും. അത് ഷങ്സുവിനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് അവളുടെ കസിൻ്റെ അടുത്ത് സംസാരിച്ച പോലെ ആയിരിക്കും. പക്ഷേ ആ സ്വപ്നത്തിൽ വരെ ലിന്നായിരിക്കും. ഞാൻ എന്തിനാ ഇയാൾ സ്വപ്നം കാണുമെന്ന് പറഞ്ഞിട്ട് അവൾ ഞെട്ടി ഉണരും. അടുത്ത ദിവസം അത് രാവിലെ എണീക്കുമ്പോൾ അവളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ നീക്കി ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ബോയ് ഫ്രണ്ടൊക്കെ വേണ്ട സമയമാണെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. അവരൊരു മൗണ്ടനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പിന്നീട് നീ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരും. മുത്തശ്ശി അപ്പോൾ നീയും ഭയങ്കര വലുതായല്ലോ ഇപ്പോൾ എന്നൊക്കെ പറയും. നിനക്ക് ബോയ് ഫ്രണ്ട് വേണ്ട സമയമായി എന്നൊക്കെ പറയും. ആ സമയത്ത് എല്ലാവരും എന്താ ഇങ്ങനെ തന്നെ പറയണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും, നിൻ്റെ അമ്മയും പറഞ്ഞു അപ്പോൾ എന്തായാലും സമയമായി എന്ന് മുത്തശ്ശി പറയും. അങ്ങനെ അവൾ മുത്തശ്ശിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെടാമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.